അങ്ങനെ വേണമെങ്കിൽ പറയാം. ക്യൂബയിലേക്ക് ട്രംപ് നോട്ടമിടാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസമായി. ഇപ്പം ഈ 2008 മുതൽ 2018 വരെ ക്യൂബയുടെ പ്രസിഡന്റ് ആയിരുന്നു റൗൾ കാസ്ട്രോ. അതുമാത്രമല്ല 2021 വരെ ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫസ്റ്റ് സെക്രട്ടറി ആയിരുന്നു. ഇത് കൂടാതെ ഫിദൽ കാസ്ട്രോയുടെ സഹോദരൻ കൂടിയാണ്. 94 വയസ്സാണ് പ്രായം. ഈ സംഭവം മയാമിയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യാവകാശ സംഘടന ഉണ്ടായിരുന്നു, ബ്രദേഴ്സ് ടു ദി റെസ്ക്യൂ. 1996 ഫെബ്രുവരി 24-ാം തീയതി ഇവരുടെ 2 സിവിലിയൻ വിമാനങ്ങൾ ക്യൂബൻ സൈന്യം വെടിവെച്ചിട്ടു എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്നു റൗൾ കാസ്ട്രോ. ഈ വിമാനങ്ങൾ വെടിവെച്ചിടാൻ വേണ്ടി റൗൾ കാസ്ട്രോയാണ് ഉത്തരവിട്ടത്. ഫ്ലോറിഡ കടലിടുക്കിലാണ് ഈ വിമാനങ്ങൾ തകർന്നു വീണത്. എന്നാൽ ഈ ക്യൂബൻ സർക്കാർ ഇത് നേരത്തെ കാശ്മീർ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇത് ക്യൂബയിലേക്കുള്ള സൈനിക നടപടിക്കുള്ള ഒരു അവസരമായിട്ട് ഉള്ള അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞ് ഇത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഈ മയാമി കോടതിയാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് 4 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 3 അമേരിക്കൻ പൗരന്മാരാണ്. അതിനുവേണ്ടി നടത്തിയ ഗൂഢാലോചന, ഇത് കൂടാതെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള 4 കൗണ്ട്സ്, ഈ വിമാനം തകർത്തതുമായി ബന്ധപ്പെട്ടുള്ള 2 കൗണ്ട്സ്, ഇത്രയും ആണ് ഈ കുറ്റപത്രത്തിൽ ആരോപിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ ഒരു മൂന്നാമതൊരു വിമാനം കൂടി ഉണ്ടായിരുന്നു. ഈ ബ്രദേഴ്സ് ടു റെസ്ക്യൂവിന്റെ ഫൗണ്ടർ ജോസ് ബസൂൾട്ട ആയിരുന്നു ആ വിമാനം പറത്തിയിരുന്നത്. പക്ഷേ ആ വിമാനം അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു.